ഹേ ഗായ്സ്, അൽബിനാണ്. യെസ്, നമ്മുടെ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി, അതായത് നമ്മുടെ തലൈവർ രജനികാന്ത്, അമീർ ഖാൻ, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ, പൂജ അഡ്ജ്, പിന്നെ ശ്രുതി ഹാസൻ, അങ്ങനെ വൻ കാസ്റ്റോടുകൂടി വരുന്ന സിനിമയാണ് കൂലി. പടത്തിൻ്റെ ട്രെയിലർ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പടത്തിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത് അനിരുദ്ധാണ്, പറയേണ്ട കാര്യമല്ലോ. അപ്പം പടത്തിന് ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ വന്നത് 3 മിനിറ്റ് 2 സെക്കൻഡാണ്. അപ്പോൾ ലോകേഷ് 3 മിനിറ്റ് 2 സെക്കൻഡിൽ എന്താണ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, സൺ പിക്ചേഴ്സ്, അവൻ യവൻ കയ്യിലെ സാഗനാണ് നെത്തിലെ എഴുതിരിക്ക സോബിൻ, ശ്രുതി ഹാസൻ. ഒരു മനുഷ്യൻ സൗബിൻ തീയാന്നോണ്ടിട്ടാ. തൂക്ക മുടിയും തെരിഞ്ഞാ it can be a disaster. അർജുന, അമീർ ഖാൻ. அவனுங்க உள்ளுக்குள்ள வேற ஏதோ ஒன்று பெருசா பண்றானுங்க சார். അർജുന ഈശോ റോളക്സ് മോഡാണ്. இங்க இருக்கிற 14,400 பேர்ல எனக்கு தேவை அந்த ஒரு கூலி, அந்த ഒത്ത കുരിയാണ് നമ്മുടെ തലൈവരുന്നുണ്ട്. ஒரு இடம் விடாம தோட்டம் இறக்குடா. 10 வருஷம் வெட்டிச்சு செதறணும். 30 ஒருத்தன் ஆஃப்லைன்லயே வச்சிருக்கேன். அவனுக்கு தெரிஞ்சது മോനെ സൂപ്പർ സ്റ്റാർ. സെറ്റ് எனக்கு ஒன்று எங்கேயோ பார்த்த மாதிரி இருக்கு. ഉപേന്ദ്ര, ശ്രുതി, സത്യരാജ്, അമീർ ഖാൻ. ഈ ഹോളിവുഡ് പരിപാടിയെ പിടിച്ചാണ് തോന്നിട്ട് ഗസ്റ്റ് കുഞ്ഞിനോളം തോന്നുന്നുണ്ട്. யாரும் இல்லாம தனியா வாழ்ந்து பழகிட்டீங்க. அவர் உங்களுக்கு வெறும் ஃப்ரெண்டு தான், எங்களுக்கு அப்பா. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். കത്തും മോനെ. സ്വാഗ് മോനെ. മ്യൂസിക് അനിരുദ്ധ്. இந்த தேவா பத்தி தெரிஞ்சிருந்தோ என்கிட்டயே விளையாடி മോനെ. ഓഗസ്റ്റ് 14 തിയേറ്റർ ഫാസ്റ്റ് ഉറപ്പാ. ഇത് 1000 കോടി ഡീൽ എന്നാണ് എൻ്റെ ഒരു നിഗമനം. സത്യം പറഞ്ഞ സംഭവം കണ്ടിട്ട് ട്രെയിലർ കണ്ടിട്ട് നമുക്ക് തന്നെ പെട്ടെന്ന് കണക്ഷൻ കിട്ടണല്ലേ. പുള്ളിക്കാരൻ ആരോ തേടി പോകണു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തണം. അപ്പോൾ സൗബിൻ്റെ കീഴിൽ വരുന്ന ഒരു ആളായിട്ടാണ് സൂപ്പർ സ്റ്റാർ എന്ന് തോന്നുന്നു. മീൻസ് കൂലിയായിട്ട് വരണം. അതിൽ നിന്ന് ഇങ്ങനെ അന്വേഷിച്ച് മെയിനിലേക്ക് എത്തി അങ്ങനെയുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. അമീർ ഖാൻ്റെ റോള് എനിക്ക് തോന്നുന്നു കുഞ്ഞ റോളാന്ന് തോന്നിട്ട്. പുള്ളിക്കാരൻ മരുഭൂമിത്തെ പരിപാടിയിൽ മാത്രം കാണാറുള്ളൂ. അപ്പം അത് സെറ്റാണെന്ന് തോന്നുന്നുണ്ട്. ട്രെയിലർ മൊത്തത്തിൽ സീനുണ്ട്. ഇപ്പോൾ ബാക്കി നമുക്ക് തിയേറ്ററിൽ കാണാം. നിങ്ങൾക്ക് ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നിയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട്. ഓക്കെ.